നീ ഒന്ന് ആശുപത്രിയിലോട്ട് ചെല്ലടാ. അങ്ങനെ ഒറ്റയ്ക്കല്ലേ ഉള്ളടാ അവിടെ. ഒറ്റയ്ക്കാവുന്ന അമ്മാവൻ എപ്പോഴും നല്ലത്. ഇപ്പൊ ആ വാർഡിലോട്ടൊന്ന് ചെല്ലണം. ആ വാർഡിലുള്ള സുന്ദരിമാരായ നേഴ്സുമാർ മൊത്തം അമ്മാന്റെ ബെഡിന് ചുറ്റില്ല നെയ്യപ്പത്തിനൊട്ട് ഈച്ചരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കും. സംഭവം എന്തോ ബോംബെയിലെ ബെടായി കഥകളും തീരെ ഉണ്ടായ കഥകളും കൗണ്ടറിന്റെ കല്യാണത്തിൽ തമിഴ്നാട്ടിൽ പോയുള്ള കഥകളൊക്കെ കേട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഡിസ്ചാർജ് ചെയ്താലും അമ്മാവൻ ഇനി തിരിച്ചു വരുന്നു എനിക്ക് തോന്നില്ല. ഉള്ളതല്ലേ അമ്മയുടെ ചെറുക്കനെ പറഞ്ഞ അമ്മയ്ക്ക് ചേച്ചി ഏട്ടൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ അവിടെ ഇരിക്കുന്നേടി. ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മര്യാദക്ക് ചേച്ചി ആ സെക്യൂരിറ്റി അടുത്ത് പോയി മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ പ്രശ്നം വഷളാവൂന്ന് പറഞ്ഞു. ആ കനകാൻ പറഞ്ഞ അത് പറയാനായിട്ട് ചേച്ചിനെ കുറെ പ്രാവശ്യം വിളിച്ചത്. സീരിയസ് ആയിരിക്കും. പിന്നെ ഞാൻ പോയി പറയണ. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി വിളിച്ചു നോക്ക്. ഇതിപ്പോഴേ മച്ചമ്മയുടെ പിടിപാട് വെച്ചൊന്ന് അന്വേഷിച്ച് കാണും. സർവീസ് ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്തുള്ള കേസ് കൈവിട്ടു പോകും. കനക എന്താടാ? പറയാം. ഓ പറയാന്ന് പറഞ്ഞില്ല. ഇതെന്ത് പാടിത്? പറയാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞോളാം. അതെ ക്ലീറ്റോ വരുന്നടി. എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ക്ലീറ്റോ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്താ ഇനിയിപ്പോ ക്ലീറ്റോനൊരു നാണക്കേട് ഉണ്ടാക്കണ്ട. ഞാനത് അത്ര അങ്ങോട്ട് ഓർത്തില്ല. വേണമെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനോട് പോയെന്ന് മാപ്പ് പറഞ്ഞേക്കാം. വാ. ഓ എനിക്കത്ര വലിയ നാണക്കേടൊന്നുമില്ല. കാരണം ഇതിലും വലിയ നാണക്കേട് ഞാൻ അനുഭവിച്ച് കഴിഞ്ഞ ആളാണല്ലോ. പിന്നെ സെക്യൂരിറ്റിക്ക് അയാൾക്ക് മാപ്പൊന്നിന് വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലോ എന്റെ പൊന്നെ. അയാളെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ. വധശ്രമത്തിനാണ് കേസ് കൊടുത്തേക്കുന്നത്. ജാമ്യമില്ല വകുപ്പാണ്. അകത്ത് കിടന്ന് ഗോതമ്പുണ്ട തിന്ന. എന്റെ ദൈവമേ. ചേച്ചി ബോധമുണ്ട്. ഇനിയിപ്പോ ബോധം കെട്ടി വേണ്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പെമ്പിള്ളേരായാലേ ആണുങ്ങളെയൊക്കെ ഒരു ഇത്തിരി അനുസരിക്കണം. ഈ ചെറുക്കൻ എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞതാ പോയി മാപ്പ് ചോദിക്കുന്നു. നീ അനുസരിച്ച ഇനി പോയി കിടന്ന് ഗോതമ്പുണ്ട് തന്നെ. നീ ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാരെ അനുസരിക്കണം. എന്റെ കെട്ടുകാനെ ചലിക്കരുത് പറഞ്ഞ ഞാൻ ചലിക്കത്തില്ല. അറിയാമോ നിനക്ക്? അത്ര നിശബ്ദമായിരുന്നു ഞാൻ. ഇനിയിപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മാപ്പ് പറഞ്ഞ് ഒന്ന് ഒത്തുതീർപ്പാക്കാനൊക്കുമോ? അല്ല, ഈ മാപ്പ് എന്ന് പറയുന്ന വാക്ക് നിങ്ങളെ കുടുംബ നിഘണ്ടുവിൽ എഴുതി ചേർത്തോ അതോ നിങ്ങൾ നിഘണ്ടു മാറ്റിയോ? ഗോതമ്പുണ്ടേ തിന്ന കേട്ടാ.